ക്രൈസ്തലോട് നമ്മളെ ക്രൈസ്തലോട് കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എസെക്കിയേൽ പ്രവചനം 33:7 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 7-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഞാൻ നിന്നെ കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്ന ഒരാൾ പാപത്തെ കുറിച്ച് വിളിച്ചു പറയേണ്ടത് അത്യുത്തമമാണ്. 2, അവൻ തിരിഞ്ഞ് ദൈവത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മൾ അവനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ രക്ഷ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും സുവിശേഷം പറഞ്ഞതിന് ശേഷം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഉപവസിക്കുകയൊക്കെ ചെയ്യണമെന്നാണ് ഒരു പ്രവാചകനായ ഒരു മനുഷ്യനോട് ദൈവാത്മാവ് പറയുന്നത്. പ്രവാചകന് കൊടുത്തിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അവൻ പ്രവചിക്കുക മാത്രമല്ല, ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ച് വാങ്ങിച്ച് കൊടുക്കേണ്ടത് അവനോടുള്ളത് ഒരു നിയമമാണ്. അല്ലെങ്കിൽ അവന് കൊടുത്തിരിക്കുന്നതായി ഒരു രക്ഷയെക്കുറിച്ച് ഉത്തരവാദിത്വ ബോധത്തോടെ അവനത് ചെയ്തെടുക്കണമെന്നാണ് പ്രവാചകൻ വിളിച്ചു പറയുന്നത്.